മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ കുടുംബങ്ങളെയും, സ്ഥലസമൂഹങ്ങളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം ഓരോ വ്യക്തികളിലും ഒന്ന് നിറയട്ടെ. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശുദ്ധ പത്രോസ് ശ്ലീഹായും തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ ഇതിനോടനുബന്ധിച്ച് വിശുദ്ധിയെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നത്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധരുടെ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് കേരള സഭയിൽ അനേകം വിശുദ്ധാത്മാക്കളുടെ നാമകരണ നടപടികളുടെ കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കത്തോലിക്കാ തിരുസഭ വിശുദ്ധയെന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ പോകുന്ന വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നത് ഇപ്രകാരമാണ്: വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ആഡംബര വസ്തുവല്ല, അത് എല്ലാവർക്കും പ്രാപ്യമായ സാധ്യമായ ഒന്നാണ്. ഒരു ആഡംബര വസ്തുവല്ല വിശുദ്ധി എന്ന് വാഴ്ത്തപ്പെട്ട മദർ തെരേസായും നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നത്, ആരംഭിക്കുന്നത് വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും ആരംഭിക്കുന്നത് തന്നെ. എന്താണ് വിശുദ്ധി? എങ്ങനെയാണ് വിശുദ്ധി പ്രാപിക്കാനായിട്ട് സാധിക്കുക? വിശുദ്ധിക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പരിശ്രമിക്കുവാനെന്ന് ശ്ലീഹ പല സമയം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. ഇതാ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഏപ്രിൽ 13, 2011 വത്തിക്കാൻ ചത്വരത്തിൽ പ്രത്യേകമായി അവിടെയുള്ള ജനസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് വിശുദ്ധിയെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് സംസാരിക്കുക. പ്രത്യേകമായി എങ്ങനെ വിശുദ്ധി ഉണ്ടാകണം, എങ്ങനെ വിശുദ്ധിയിൽ വളരണമെന്നതിനെക്കുറിച്ച് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ 5 ചോദ്യങ്ങൾ അവിടെയുള്ള ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് മാർപ്പാപ്പ ചോദിക്കുകയുണ്ടായി. ആ 5 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം. ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ആരെയാണ് വിശുദ്ധൻ എന്ന് വിളിക്കുക? വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ആരെയാണ് വിശുദ്ധൻ എന്ന് വിളിക്കുക? മാർപ്പാപ്പ അതിനുത്തരം നൽകുന്നത് ഇപ്രകാരമാണ്: അനിതര സാധാരണമായ പ്രവൃത്തികൾ ചെയ്യുന്നതിലല്ല, മറിച്ച് യേശുവിനോട് ഐക്യപ്പെട്ട് യേശുവിൻ്റെ
മാതൃകയിലും സ്വഭാവത്തിലും ചിന്തയിലുമുള്ള അനുരൂപണമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. യേശുവിനോട് ഐക്യപ്പെട്ട് യേശുവിൻ്റെ ചിന്തയിലും സ്വഭാവത്തിലും മാതൃകയിലുമുള്ള അനുരൂപണമാണ് വിശുദ്ധി എന്ന് പറയുന്നത് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധരുടെ ജീവിതങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് ഉള്ളൊരു ജീവിതമാണ് അവരുടേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ മനോഭാവം സ്വീകരിക്കാൻ, യേശുവിൻ്റെ മാതൃക സ്വീകരിക്കാൻ, യേശുവിനെ പിൻചെല്ലുവാനുള്ള അതിതീക്ഷ്ണമായ ആഗ്രഹത്തോടെ പിൻചെല്ലുന്ന എല്ലാവർക്കും വിശുദ്ധിയുടെ വിശുദ്ധിയുടെ മാതൃക സുസാധ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഉത്കടമായൊരാഗ്രഹം, അല്ലെങ്കിൽ തീക്ഷ്ണമായ ആഗ്രഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വെച്ചു തരികയാണ്. യേശുവിനെ പിൻചെല്ലുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം അത് ആരൊക്കെ അനുവർത്തിക്കുന്നുവോ അവരെല്ലാവരും വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരാണ് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു തരുന്നു. വീണ്ടും മാർപ്പാപ്പ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: എങ്ങനെയാണ് യേശുവിൻ്റെ വിളിക്കനുസൃതമായി വിശുദ്ധിയുടെ പാത തിരഞ്ഞെടുക്കുക? എങ്ങനെയാണ് യേശുവിൻ്റെ വിളിക്കനുസൃതമായി വിശുദ്ധിയുടെ പാത തിരഞ്ഞെടുക്കുക? മാർപ്പാപ്പ നൽകുന്ന ഉത്തരം ഇപ്രകാരമാണ്: വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളുടെയോ പരിശ്രമങ്ങളുടെയോ ഫലമല്ല. അതിനേക്കാൾ ഉപരിയായി ദൈവം ഒരു വ്യക്തിയിൽ നടത്തുന്ന വിശുദ്ധീകരണമാണ്. മാർപ്പാപ്പ തുടരുകയാണ്: ഇത് ഒരു വ്യക്തിയുടെ അന്തരാത്മാവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇത് ഉത്തിതനായ ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു വ്യക്തിയിൽ നടത്തുന്ന രൂപാന്തരീകരണമാണ്, സംവദിക്കലാണ്. ആത്യന്തികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ ദൈവം നടത്തുന്ന വിശുദ്ധീകരണമാണ് വിശുദ്ധിയുടെ പാത തിരഞ്ഞെടുക്കുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിൽ ഒരു വിശുദ്ധീകരണം കർത്താവ് നടത്തുകയുണ്ടായി. വിശുദ്ധ പൗലോസിൽ ഒരു വിശുദ്ധീകരണം കർത്താവ് നടത്തുകയുണ്ടായി. വിശുദ്ധ അമ്മ ത്രേസ്യയിൽ ഒരു വിശുദ്ധീകരണം കർത്താവ് നടത്തുകയുണ്ടായി. ഈ വിശുദ്ധീകരണത്തിൻ്റെ ഫലമായിട്ടാണ്, അത് ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് വിശുദ്ധിയുടെ പാതയിലേക്ക് ഒരു വ്യക്തി ആനയിക്കപ്പെടുക, തിരഞ്ഞെടുക്കപ്പെടുക എന്ന് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. വീണ്ടും മൂന്നാമത്തെ ഒരു ചോദ്യം മാർപ്പാപ്പ ചോദിക്കുന്നത് ഇപ്രകാരമാണ്: എങ്ങനെയാണ് നമ്മുടെ ചിന്താരീതിയും നമ്മുടെ പ്രവൃത്തികളും ക്രിസ്തുവിൻ്റെ ചിന്താരീതിയും പ്രവൃത്തിയുമായി രൂപാന്തരപ്പെടുന്നത്? അല്ലെങ്കിൽ വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് വിശുദ്ധിയുടെ ആത്മാവ്? അതിന് മാർപ്പാപ്പ കൊടുക്കുന്ന ഉത്തരം ഇപ്രകാരമാണ്: ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നത് സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നതിലാണ്. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നതിലാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വീണ്ടും മാർപ്പാപ്പ തുടരുകയാണ്: സ്നേഹം എന്ന് പറയുന്നത് ഒരു നല്ല വിത്ത് പോലെ വളർന്ന് ആത്മാവിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് തുല്യമാണ്. വിശുദ്ധിയുടെ വിത്ത് ഒരു വ്യക്തിയിൽ വീണു കഴിഞ്ഞാൽ അത് വളർന്ന് ധാരാളമായി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അത് മറ്റുള്ളവർക്ക് ആ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇത് സാധ്യമാകുന്നത്, ഈ വിശുദ്ധിയുടെ പരിണാമം അല്ലെങ്കിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധ്യമാകുന്നത് മാർപ്പാപ്പ വീണ്ടും ഓർമ്മിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്: അനുദിന ദൈവവചന ശ്രവണത്തിലൂടെ, ദൈവേഷ്ടം പ്രാവർത്തികമാക്കുന്നതിലൂടെ, കൂദാശകളുടെ സ്വീകരണത്തിലൂടെ, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, സ്വയം നിഗ്രഹണത്തിലൂടെ, സഹോദരങ്ങളെ സേവിക്കുന്നതിലൂടെ, എല്ലാ പുണ്യങ്ങളും അഭ്യസിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല വിത്താകുന്ന വിശുദ്ധി വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്.
സഭ പ്രത്യേകമായി നമുക്ക് തുറന്നു തരുന്ന ജീവിത മാതൃകകൾ അനുകരിക്കുകയും അതിനനുസരിച്ച് വളരുവാനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളൊക്കെ വിശുദ്ധിയുടെ ആത്മാവ് നിറഞ്ഞ വ്യക്തികളാണ് എന്ന് സഭ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു തരുന്നു. വിശുദ്ധർക്ക്, വിശുദ്ധിയുടെ മാർഗത്തിൽ ചരിക്കുന്നവർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുക എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു തരുന്നു. വിശുദ്ധ ചാവറ പിതാവ് ദൈവേഷ്ടത്തോട് പൂർണ്ണമായി സഹകരിച്ച വ്യക്തിയാണ്. അപ്പൻ്റെ ഇഷ്ടം അതുമാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറ്റും എന്ന് തീരുമാനമെടുത്ത വ്യക്തിയാണ്. ദൈവദാസനായ കനീസിസ് അച്ഛൻ എപ്പോഴും പറയുന്നൊരു വാക്യം ഇപ്രകാരമാണ്: ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ. ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ. മുഴുവനും ദൈവേഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ദൈവദാസനായ കനീസിസ് അച്ഛൻ തൻ്റെ ജീവിതത്തിലുടനീളം അനുവർത്തിച്ചു പോകുന്നത്. വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെടുവാനുള്ള പ്രക്രിയയിൽ ആയിരിക്കുന്ന ദൈവദാസനാണ് ദൈവദാസനായ കനീസിസ് അച്ഛൻ. ഓരോ വിശുദ്ധരുടെ ജീവിതവും പരിശോധിച്ച് നോക്കുമ്പോൾ അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീക്ഷ്ണമായിട്ടുള്ളൊരു പരിശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ദൈവം അവരിൽ ഒരു വിശുദ്ധീകരണം നടത്തുന്നതായി കാണുന്നു. ദൈവം അവരിൽ ഒരു വിശുദ്ധീകരണം നടത്തുന്നതായി കാണുന്നു. വീണ്ടും മാർപ്പാപ്പ ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്: വിശുദ്ധിക്ക് വേണ്ടിയുള്ള അവശ്യ ഘടകങ്ങൾ എന്താണ്? അല്ലെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള അവശ്യ മാർഗങ്ങൾ എന്താണ്? ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ഒരു വ്യക്തി വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് സാധിക്കുക? അതിന് മാർപ്പാപ്പ കൊടുക്കുന്ന ലളിതമായ ഉത്തരങ്ങൾ ഇപ്രകാരമാണ്: ഉത്തിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുള്ള ഞായറാഴ്ച ദിവ്യബലി, അനുദിന ദിവ്യബലി ഒഴിവാക്കാതിരിക്കുക. അനുദിന ദിവ്യബലിയിൽ ഉത്തിതനായ ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് കണ്ടുമുട്ടുവാനുള്ള അവസരമാണ് തിരുസഭ മാതാവ് ഒരുക്കി തരുന്നത്. അതൊരിക്കലും ഒഴിവാക്കാതിരിക്കുക. അതിൽ പങ്കുചേരുന്നതിലൂടെ ഉത്തിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുള്ള അവസരമാണ് വിശുദ്ധിയുടെ മാർഗത്തിൽ ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് സംലഭ്യമാകുന്നത്. ഉത്തിതനായ ക്രിസ്തുവിനെ വിശുദ്ധ മഗ്ദലേന മറിയം കണ്ടുമുട്ടിയതുപോലെ കർത്താവിനെ ഏറ്റുപറയുന്ന, കർത്താവിനെ കണ്ടുമുട്ടിയാലുള്ള സന്തോഷത്താൽ തൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനുള്ള വലിയ കൃപ ലഭിച്ചതുപോലെ ഉത്തിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനുള്ള അവസരമാണ് ഒരു ദിവ്യബലിയും. അത് ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. അതുവഴിയായി ഒരു വിശുദ്ധീകരണം നടത്താൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു. വീണ്ടും പറയുന്നു, മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുകയാണ്: ഓരോ ദിവസത്തിൻ്റെ പ്രഭാതത്തിലും സായാഹ്നത്തിലും അല്പസമയം ദൈവവുമായി പ്രാർത്ഥനയിൽ, ദൈവവുമായി സംസാരത്തിലായിരിക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. എല്ലാ ദിവസത്തിൻ്റെ പ്രഭാതത്തിലും ദിവസത്തിൻ്റെ അവസാനത്തിലും ദൈവവുമായി പ്രാർത്ഥനയിലായിരിക്കാൻ പ്രത്യേകമായി പരിശ്രമിക്കാൻ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു തരികയാണ്. വീണ്ടും മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: 10 കൽപ്പനകളിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തന്ന അടയാളങ്ങളെ കാത്തു പരിപാലിക്കുക. സ്നേഹം മാനദണ്ഡമാക്കി ഈ 10 കൽപ്പനകളും നീ പാലിക്കുകയാണ് എങ്കിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള അവശ്യ മാർഗങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടാകും. വീണ്ടും മാർപ്പാപ്പ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ഇപ്രകാരമാണ്. അതെല്ലാം നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യത്തിൻ്റെ തനി പകർപ്പായിട്ട് തന്നെയാണ് മാർപ്പാപ്പയും ചോദിക്കുന്നത്.
നമ്മുടെ പരിമിതികളിലും ദൗർലഭ്യങ്ങളിലും ഇത്രയും ഉന്നതമായി ലക്ഷ്യമിടാമോ? മാർപ്പാപ്പ ചോദിക്കുകയാണ്. നമ്മുടെ പരിമിതി, വളരെയധികം കുറവുള്ള മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ഒരു ഉന്നതമായ ലക്ഷ്യം മനസ്സിൽ നിരൂപിക്കാമോ? ഇങ്ങനെയുള്ള ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാമോ അല്ലെങ്കിൽ പ്രവർത്തിക്കാമോ എന്നാണ് മാർപ്പാപ്പ ചോദിക്കുന്നത്. അതിന് മാർപ്പാപ്പ നൽകുന്ന ഉത്തരം തിരുസഭയുടെ ആരംഭ കാലഘട്ടം മുതൽ ഈ നിമിഷം വരെയുള്ള, ഈ കാലഘട്ടം വരെയുള്ള വിശുദ്ധരുടെ ജീവിതത്തെ ആസ്പദമാക്കി മാർപ്പാപ്പ ഉത്തരം നൽകുന്നത് ഇപ്രകാരമാണ്. എല്ലാ വിശുദ്ധരും പറയുന്നത് എല്ലാവർക്കും ഈ വിശുദ്ധിയുടെ പാത സാധ്യമാണെന്നാണ്. എല്ലാ വിശുദ്ധരും പറയുന്നത് എല്ലാവർക്കും ഈ വിശുദ്ധിയുടെ പാത സാധ്യമാണെന്നാണ്. തിരുസഭാ ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ വിശുദ്ധർ പല പ്രായങ്ങളിലും വിവിധ ജീവിത കാലഘട്ടങ്ങളിലും സാധാരണ ജനങ്ങളുടെ മുഖത്തെ, ഭാഷയെ, സംസ്കാരത്തെ, രാജ്യത്തെ പ്രകാശിപ്പിക്കുന്നു. അവർ വിവിധ സ്വഭാവ വിശേഷണങ്ങളുള്ളവരായിരുന്നു, പക്ഷേ അവർ വിശുദ്ധരായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, അവരവരുടെ സാംസ്കാരിക അനുരൂപണത്തിൽ ഉൾച്ചേർന്നുകൊണ്ട്, അവരവരുടെ ജീവിത സാഹചര്യങ്ങളെ ഒന്നുകൂടി ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ വിശുദ്ധരും പറയുന്നത് എല്ലാവർക്കും ഇത് സാധ്യമാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ആഡംബര വസ്തുവല്ല, ഒരു ആഡംബര വസ്തുവല്ല, അതെല്ലാവർക്കും സാധ്യമാണ് എന്ന് വാഴ്ത്തപ്പെട്ട മദർ തെരേസ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ സ്നേഹം മാനദണ്ഡമാക്കി സ്നേഹത്തിൽ ചരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് കയറിപ്പറ്റിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്ന കാര്യമുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നത് പോലെ, എനിക്ക് മറ്റ് വലിയ വിശുദ്ധരെ പോലെ വലിയ കഠിനമായ തപശ്ചര്യകളോ മറ്റ് കാര്യങ്ങളോ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല. പക്ഷേ വിശ്വസ്തയോടെ സ്നേഹമാണ് എൻ്റെ ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞ് ഈശോയെ അടുത്ത് അറിഞ്ഞ് സ്നേഹിക്കാനുള്ള തീരുമാനം, അതുവഴിയായിട്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പുതിയ മാർഗത്തിലൂടെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് നമ്മൾ പൂർണ്ണമായും തിരിച്ചറിയുന്നു. ദൈവം ഒരു വ്യക്തിയിൽ നടത്തുന്ന വിശുദ്ധീകരണം അത് പൂർത്തിയാകുമ്പോൾ ആ വ്യക്തി വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ആയി മാറുന്നു. എല്ലാ വ്യക്തികളെയും തിരുസഭ ഔദ്യോഗികമായി പേര് വിളിക്കണമെന്നില്ല, പക്ഷേ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ ആരംഭിക്കുമ്പോൾ ആ വ്യക്തിയും വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയായി മാറ്റപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് ഈ സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഞാൻ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടത്? എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് എനിക്കും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചരിക്കാനായിട്ട് സാധിക്കുക? അത് നമുക്ക് പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനും സഹായമായി തീരട്ടെ. ഒരു നിമിഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ. ഒത്തിരിയേറെ വിശുദ്ധരുടെ മാർഗങ്ങൾ, അവർ ചരിച്ച മാർഗങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിയുന്നു. വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും
പ്രാപ്യമായ കാര്യമാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള വന്നു ചേർന്നിട്ടുള്ള എല്ലാ തിന്മകളെയും തിന്മയുടെ സാഹചര്യങ്ങളെയും വിശുദ്ധീകരണത്തിന് ദൈവമേ നീ യോഗ്യമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം നടത്തിക്കൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ പാത്രങ്ങളാക്കി കർത്താവിനെ നീ രൂപാന്തരപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.